അരയാലിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ കുറേ വാരങ്ങളായി പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അരയാലിന് ദേവപദവി ലഭിച്ചതിനെ പറ്റി പത്മപുരാണത്തിലായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായത്രേ. ആ യുദ്ധത്തിൽ ദേവന്മാർക്ക് അസുരന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. പരാജിതരായ അവർ അവിടെ നിന്നും ഒളിച്ചോടേണ്ടതായിരിക്കുന്ന അവസ്ഥ ദേവന്മാർക്ക് വന്നു. പരാജയ ഭീതി കൊണ്ട് ഓടിയ ദേവന്മാരുടെ കൂട്ടത്തിൽ ഭഗവാൻ വിഷ്ണുവും ശിവനും ഇന്ദ്രനുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ പലായനത്തിനിടയിൽ അവർ മുന്നിൽ കണ്ട ഓരോരോ വൃക്ഷങ്ങളിലായി ഒളിച്ചിരുന്നുവത്രേ. ശിവൻ കൂവളത്തിലും ഇന്ദ്രൻ നെന്മേനി വാക്കയിലും വിഷ്ണു ഭഗവാൻ അരയാലിലുമാണ് ഒളിച്ചിരുന്നത്. അവസാനം മഹാവിഷ്ണു അസുരന്മാരെയെല്ലാം തന്നെ തോൽപ്പിച്ച് ദേവന്മാരെ സ്വതന്ത്രരാക്കി. ആപത്ത് വന്നതായ സമയത്തിൽ ദേവന്മാർക്ക് അഭയസ്ഥാനമായ വൃക്ഷങ്ങൾ അതോടുകൂടി ദേവതുല്യമായി തീരുകയും ചെയ്തു. മഹാവിഷ്ണു മറഞ്ഞിരുന്ന അരയാലിനാണത്രേ ഏറ്റവും കൂടുതൽ ദിവ്യത്വം കൈവന്നതും ദേവവൃക്ഷം എന്നുള്ളതായിരിക്കുന്ന പേര് ലഭിച്ചതും. അരയാൽ നട്ടുവളർത്തുന്നത് കൊണ്ട് ലഭ്യമാകുന്നതായിരിക്കുന്ന പുണ്യഫലത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ആരാണോ ജലാശയത്തിനരികെ അരയാൽ നട്ടുവളർത്തുന്നത് അയാൾക്ക് അനേകം യജ്ഞങ്ങൾ നടത്തുന്നതിൻ്റെ പുണ്യഫലങ്ങൾ ലഭിക്കുന്നതാണത്രേ. ആ മരത്തിൽ നിന്നും വീഴുന്ന ഓരോ ഇലയും പിതൃക്കൾക്ക് പിണ്ടം വയ്ക്കുന്നതിന് സമമായിരിക്കും. അരയാൽ നടുന്നതുകൊണ്ടുള്ളതായിരിക്കുന്ന ഫലം അനേകം യാഗങ്ങൾ നടത്തുന്നതുകൊണ്ടോ 100 പുത്രന്മാരെ കൊണ്ടോ ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. അരയാലിൻ്റെ തണലിൽ വേനൽക്കാലത്ത് പശുക്കളും ബ്രാഹ്മണരും വിശ്രമിച്ചാൽ ആരാണോ ആ വൃക്ഷം നട്ടത് അയാൾക്കും അയാളുടെ പിതൃക്കൾക്കും സ്വർഗലോകം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജലാശയത്തിനരികത്തും പെരുവഴികളിലും അങ്ങാടികളിലുമെല്ലാം തന്നെ അരയാൽ നടണമെന്നും അങ്ങനെ ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തി സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരുമെന്നും പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. കുളി കഴിഞ്ഞ് അരയാലിനെ സ്പർശിക്കുന്ന വ്യക്തി പാപവിമുക്തനാക്കും. കുളിക്കാതെയാണ് സ്പർശിച്ചത് എങ്കിൽ ആ സ്പർശനം കൊണ്ട് തന്നെ സ്നാനഫലം ലഭിക്കുന്നതാണത്രേ. അരയാലിനെ നിത്യവും സ്പർശിച്ച് വന്ദിക്കുന്നതായിരിക്കുന്ന ഭക്തൻ പാപവിമുക്തനാക്കും. സ്പർശിച്ച് വന്ദിക്കുന്നതിനോടൊപ്പം തന്നെ തൊട്ട് വണങ്ങുകയും കൂടി ചെയ്താൽ ഐശ്വര്യങ്ങളും ലഭിക്കും. അതിനോടൊപ്പം പ്രദക്ഷിണം കൂടി ചെയ്താൽ ആയുസ് വർദ്ധിക്കുമെന്നും പറയുന്നു. അരയാൽ വന്ദനം കൊണ്ട് ഒരാൾക്ക് സോമവാരവ്രതം അനുഷ്ഠിക്കുന്ന ഫലം ലഭിക്കും. ഭക്തിയോടുകൂടി ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ടാണ് അരയാലിനെ 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 10,000 പശുക്കളെ ദാനം ചെയ്ത ഫലം സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. അരയാലിൻ്റെ ചുവട്ടിൽ വെച്ച് ഫലമൂലാദികളും ജലവും ദാനം ചെയ്താൽ അയാൾക്ക് എല്ലാ ജന്മങ്ങളിലും പുണ്യം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഒരാൾ എപ്രകാരമാണോ ബ്രാഹ്മണന്മാരെയും ദേവന്മാരെയും ഗോക്കളെയുമെല്ലാം തന്നെ പൂജിക്കുന്നത് തത്തുല്യമായി തന്നെ ഈ ദേവവൃക്ഷത്തെയും ഭക്തിപുരസ്സരം പൂജിക്കേണ്ടത് തന്നെയാണ്. അരയാൽ നടുകയും അതിനെ വേണ്ട വിധം സംരക്ഷിക്കുകയും തൊട്ട് വന്ദിക്കുകയും നിത്യവും മുടങ്ങാതെ പൂജിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഭക്തർക്ക് ധനധാന്യാഭിവൃദ്ധി, സൽപുത്രലാഭം, സ്വർഗം, മോക്ഷം എന്നിവ ലഭിക്കുമെന്നും ഈ പുരാണത്തിൽ പറയുന്നുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈശ്വരനാമം ജപിക്കുക, സ്തോത്രങ്ങളും മറ്റും ആലപിക്കുക, മന്ത്രങ്ങൾ ഉരുവിടുക, യന്ത്രങ്ങൾ വരയ്ക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യുന്ന ഭക്തൻ കോടാനുകോടി പുണ്യങ്ങൾക്ക് അവകാശിയാകുമെന്നും പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അരയാലിനെ കുറിച്ചുള്ളതായിരിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ച് അടുത്ത വാരത്തിൽ വീണ്ടും പ്രതിപാദിക്കാം.